മുഖ്യമന്ത്രി വികസന രേഖ പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി ചില റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തത്. ഏതാനും റീച്ചുകൾ കൂടി ഉദ്ഘാടനത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. നല്ല പുരോഗതി ആ കാര്യത്തിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. പക്ഷേ ദേശീയപാതയോടൊപ്പം തന്നെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വേഗത കൂട്ടുന്നതിനായി 2 റോഡുകൾ കൂടി പ്രധാനപ്പെട്ടവ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. അതിലൊന്നാണ് മലയോര ഹൈവേ, മറ്റൊന്നാണ് തീരദേശ ഹൈവേ. 2നും കൂടി 10,000 കോടി രൂപ ചെലവിടണമെന്നാണ് നേരത്തെ കണക്കാക്കിയുള്ളത്. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ വയനാടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. വയനാട് നല്ല മഴ പെയ്താൽ പിന്നെ ചുരം വഴിയുള്ള യാത്ര തടസ്സപ്പെടുന്ന നിലയാണ്. പല ഘട്ടത്തിൽ ആ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരമെന്ന നിലക്കാണ് തുരങ്കപാതയെക്കുറിച്ച് ആലോചിച്ചത്. 2018 മഹാപ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കണം. ഒരു പ്രളയത്തിനോ മറ്റോ തകർക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങൾ വേണം എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെയാണ് വയനാടിൻ്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പദ്ധതി എന്ന നിലക്ക് ആനക്കാംപൊയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ അനുമതികളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. അത് പൂർത്തിയാക്കുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. വിഴിഞ്ഞം എന്നത് കേരളത്തിൻ്റെ ഒരു പോർട്ട് പോലെയല്ല കാണേണ്ടത്. കേരളത്തിൽ തന്നെയാണ് പോർട്ട്, പക്ഷേ രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം. അതിൻ്റെ ഭാഗമായുള്ള വികസന സാധ്യതകൾ അനന്തമാണ്. ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം, അവിടുത്തെ വിവിധ ഘട്ടങ്ങൾ ഒന്നാകെ ചേർത്ത് 2028 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർണ്ണതയിലെത്തിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ വികസന രേഖ പുറത്തിറക്കിയാണ്. വോട്ടെടുപ്പിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ തുടർച്ചയായ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. UDF ക്യാമ്പിന്റെ മറുപടി നമുക്ക് എന്തായാലും ഇന്നത്തെ പകൽ ദിനം ഇതിനുണ്ടാകും. നമുക്കത് പ്രതീക്ഷിക്കണം. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ജില്ലകളുടെ രാഷ്ട്രീയ ചിത്രം എന്ത് നമുക്ക് പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.